മലപ്പുറം വാഴയൂരിൽ LDFിൽ തിരിച്ചെത്തി CPI. ജില്ലാ മണ്ഡലം തലത്തിൽ നടന്ന ചർച്ചയിൽ തർക്കങ്ങൾ പരിഹരിച്ചു. 5 വർഷത്തെ UDF ബന്ധം വിച്ഛേദിച്ചാണ് CPI CPM-മായി കൈകോർക്കുന്നത്. 3 വാർഡുകളിൽ CPI മത്സരിക്കും. അഷ്കർ അലി വിവരങ്ങൾ നൽകും. അഷ്കർ, ഇപ്പോൾ LDFിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് വാഴയൂരിലെ CPI. എങ്ങനെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടത്? ഇത് 3 പതിറ്റാണ്ടിലധികം കാലമായി തന്നെ CPM-ഉം തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടിയും പരസ്പരം മത്സരിക്കുമൊക്കെ തന്നെ ചരിത്രമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് മലപ്പുറം ജില്ലയിലെ അതിർത്തി പഞ്ചായത്തായിട്ടുള്ള വാഴയൂർ പഞ്ചായത്ത്. അവിടെ ഇത്തവണ കഴിഞ്ഞ 5 വർഷം UDF ഭരിച്ചത് തന്നെ CPIയുടെ പിന്തുണയോടെയാണ്. CPIയുടെ 2 സ്വതന്ത്ര അംഗങ്ങളായി വിജയിച്ച 2 പേരുടെ പിന്തുണയോടെയാണ് 5 വർഷത്തെ ഭരണം തന്നെ UDF പൂർത്തിയാക്കുകയും ചെയ്തത്. അത്തരമൊരു രാഷ്ട്രീയ സാഹചര്യമായിരുന്നു വാഴയൂരിൽ. ഇത്തവണയും CPM-ഉം തമ്മിൽ വലിയ വാക്പോരുണ്ടായി. സീറ്റ് ചർച്ചകളടക്കം ഒരു തരത്തിലും മുന്നണി ബന്ധം വരാത്തൊരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ മണ്ഡലം ഏരിയ തലത്തിലും അതുപോലെ തന്നെ ലോക്കൽ പഞ്ചായത്ത് തലത്തിലൊക്കെ നടത്തിയ ചർച്ചകൾ പരാജയപ്പെടുകയും ചെയ്തു. പിന്നീട് ഒടുവിൽ ഇപ്പോൾ ജില്ലാ നേതൃത്വം നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് ഒരു പരിഹാരത്തിലേക്ക് എത്തിയിരിക്കുന്നത്. CPIയും CPM-ഉം ഒരുമിച്ച് LDF മുന്നണിയായി തന്നെ വാഴയൂരിൽ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. 3 വാർഡുകളാണ് ഇപ്പോൾ CPI മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. പൊന്നോമ്പാടം, മുണ്ടാകാശ്ശേരി, അഴിഞ്ഞലം വാർഡുകളിൽ ഈ 3 വാർഡുകളാണ് CPIയുടെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുക. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുമ്പൊക്കെ തന്നെ CPIയും ഒന്നിച്ചേർന്ന കാലഘട്ടങ്ങളിലൊക്കെ തന്നെ CPI പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അന്നൊക്കെ തന്നെ CPM കാലുവാരി എന്നുള്ള ആരോപണം CPI ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇനിയിപ്പോൾ CPM-മായി ചേർന്ന് വീണ്ടും CPI മത്സരിക്കുമ്പോൾ അതിൻ്റെ തെരഞ്ഞെടുപ്പ് ഫലം എന്തായിരിക്കും എന്നുള്ളത് കൂടി അവിടുത്തെ രാഷ്ട്രീയ സഖ്യ സാധ്യതകൾ തന്നെ ഏറ്റവും നിർണായകമായിരിക്കും. ശരി, അഷ്കർ അലിയാണ് വിവരങ്ങൾ നൽകിയത്.